वीणावरदण्डमण्डितगात्रिणी सदा मां पाहि सरस्वती।
വേദിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു മതേതര വേദിയാണ്. സരസ്വതി പൂജയുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നതെങ്കിലും എല്ലാ വർഷവും ക്രൈസ്തവ, ഇസ്ലാം, ഹൈന്ദവ കുടുംബങ്ങളിലെ കുട്ടികൾ, രക്ഷകർത്താക്കളും കുട്ടികളും ഇവിടെ വന്ന് ആദ്യാക്ഷരം കുറിക്കാറുണ്ട്. ഈ വേദിക്ക് മതപരമായ പരിവേഷമില്ല. മതപരമായ ഒരു ആചാരം സരസ്വതി പൂജയുടെ ദിവസം നടക്കുന്നു എന്നുള്ളത് കൊണ്ടുണ്ട്. പക്ഷേ ഇതൊരു മതേതര വേദിയാണ്. ദേശീയ ബാലതരംഗം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കുട്ടികളുടെ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഈ ഒരു വേദി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങിൽ ഡോക്ടർ ശശി തരൂർ, ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ഡോക്ടർ ശശി തരൂരാണ്. ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ അഭിമാനമായ അനന്തപുരിയുടെ സ്വകാര്യമായ ഒരു അവകാശമായ അല്ലെങ്കിൽ സ്വകാര്യ അഭിമാനമായ പ്രിയങ്കരനായ ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനും അതുപോലെ ഡോക്ടർ എം.ആർ. തമ്പാൻ, അതുപോലെ ഡോക്ടർ ബഷീർ മൗലവി, അവരൊക്കെ ഞങ്ങളുടെ രക്ഷാധികാരികളാണ്. ഡോക്ടർ ബഷീർ മൗലവി ആദ്യകാലം മുതൽ ഞങ്ങളോടൊപ്പം ഈ പരിപാടികളിൽ പങ്കെടുത്ത് ആദ്യാക്ഷരം കുറിക്കുന്ന ആളുകളാണ്. ദേശീയ ബാലതരംഗത്തിന് ജാതിയോ മതമോ ഇല്ലാന്ന് തെളിയിക്കുന്ന ദേശീയ ബാലതരംഗം നടത്തുന്ന ഏറ്റവും വലിയ പ്രോഗ്രാമാണ് നവരാത്രി കലോത്സവം. ഇന്ന് ആദ്യാക്ഷരം കുറിച്ച് എൻ്റെ എല്ലാ കുഞ്ഞു കുട്ടികൾക്കും അവരുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ ശ്രീമതി കുമാരി ആതിര, ശ്രീ തമ്പാൻ, ശ്രീ ഗംഗാധരൻ, ശ്രീ ബഷീർ മുഹമ്മദ്, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, വേദി ഇരിക്കുന്ന എല്ലാ ബഹുമാനികളും എല്ലാവരും പേര് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രസംഗമായി മാറി വരും. ഇന്ന് വിദ്യാരംഭം ദിവസം എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു ഹിന്ദു ട്രഡീഷനായിട്ട് മാത്രം കാണണ്ട. നമ്മുടെ എല്ലാ മതത്തിൻ്റെയും കുട്ടികളെല്ലാം വഴിയിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ ട്രഡീഷൻ നമ്മുടെ കേരളത്തിൻ്റെ വലിയൊരു ശക്തിയാണ്. ഇപ്പം ഓണം പോയതല്ലേ, ഓണം എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാവരും ഒരേപോലെ സെലിബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വിദ്യാരംഭവും എല്ലാ മലയാളികൾക്കും ഒരു പഠിപ്പിൻ്റെ ആരംഭമായിട്ട് കാണാനാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. ഞാൻ 1-2 ക്ഷേത്രത്തിൽ പോയി ചെയ്തിട്ട് വന്നിരിക്കുകയാണ് രാവിലെ പുലർച്ചെ മുതൽക്ക്. പക്ഷേ ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാരംഭം എല്ലാവർക്കുമായിട്ട് പങ്കെടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമായി. അക്ഷരപ്രേമികൾ നിങ്ങളെല്ലാവരുമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. കുട്ടികളും എല്ലാം വരട്ടെ. ഈ കാലത്തിൽ ഇൻ്റർനെറ്റിൻ്റെയും ടെലിവിഷൻ്റെയും കാലത്തിൽ എല്ലാവർക്കും വലിയൊരു പേടിയാണ്, വായനയും എഴുത്തും കുറയും. അപ്പോൾ നമ്മുടെ കൾച്ചറിൽ നമ്മൾ എൻകറേജ് ചെയ്യുന്നതോടെ ഇരുന്നിട്ട് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് അക്ഷരം എഴുതണം, അക്ഷരം വായിക്കണതിൻ്റെ സ്നേഹവും ഇഷ്ടവും അവർ മനസ്സിൽ കയറ്റിയാൽ ഒരു പക്ഷേ ആ പേടി നമുക്ക് കേരളത്തിൽ കാണാൻ ആവശ്യമുണ്ടാവില്ല. ഇത് മാത്രം പറഞ്ഞിട്ട് എല്ലാവർക്കും എൻ്റെ മംഗളാശംസകളോടെ ഈ ദശമി ദിവസം നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.